ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട വീണ്ടും നല്ലൊരു ദിവസം കൂടി കർത്താവ് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സാദൃശ്യവാക്യം 18 അധ്യായം അതിൻ്റെ 21 വാക്യം പറയുന്നു, ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിന്മേലിരിക്കുകയാണ്. ഹല്ലേലൂയ. അതിനെ സ്നേഹിക്കുന്നവൻ അതിൻ്റെ നന്മ അനുഭവിക്കും. മരണം വേണോ ജീവൻ വേണോ, പക്ഷെ നമ്മുടെ നാവിലാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. നാവ് ജീവനിലേക്ക് പ്രവേശിക്കും എന്ന് നീ പറഞ്ഞാൽ ജീവനിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ. അല്ല, മരണമാണ് നീ നാവ് കൊണ്ട് പറയുന്നതെങ്കിൽ മരണത്തിൻ്റെ അടുത്തേക്ക് നീ പോകും. അതുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കുവാൻ യേശുവിനെ പിൻപറ്റിയാൽ, ആ ജീവൻ വഴിയും സത്യവും ജീവനുമായവനെ പിൻപറ്റിയാൽ നീ ആ നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം ഇടയാക്കും. അതുകൊണ്ട് നിൻ്റെ നാവിൽ ജീവൻ്റെ വചനങ്ങൾ അവിടെ നിന്ന് ഉരുവായി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ജീവവചനങ്ങൾ നിൻ്റെ അധരത്തിൽ നിന്ന് ഒഴുകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അടുത്തെന്നെ അറിഞ്ഞിടാൻ ആരും വേറെയില്ലേ, അവിടുത്തെ സാന്നിധ്യമല്ലാതെ ആശ്രയം വെച്ചിടാൻ ആരും വേറെയില്ലേ, അവിടുത്തെ സാന്നിധ്യമല്ലാതെ അകന്നെന്നെ മാറരുതേ, അടുത്തെന്നും വേണമേ, ആത്മാവിൻ നല്ല സഖിയേ. അകന്നെന്നെ മാറരുതേ, അടുത്തെന്നും വേണമേ, ആത്മാവിൻ നല്ല സഖിയേ. അളവില്ലാതെ 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 അളവില്ലാതെന്നിൽ നിറയണമേ യേശുവേ, അളവില്ലാതെന്നിൽ നിറയണമേ. ഇന്ന് അധികമായി യേശുവിൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നിങ്ങളുടെ മേൽ അധികമായി ഇന്ന് നിറയപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം രോഗികളായി ആരെങ്കിലും എന്നെ ആദ്യമായി കേൾക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യത്തിൻ്റെ ശക്തി ഈ നിമിഷം മുതൽ അവർ മേൽ വ്യാപരിക്കട്ടെ. ഡോക്ടർമാർ പറഞ്ഞ അവസാന വാക്കായിരിക്കാം. ഹല്ലേലൂയ.